ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ഗീവരി സച്ചിൻ. ഞാൻ ഇന്ന് വീണ്ടും ഒരു വീഡിയോയുമായി ഞങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അതിസങ്കീർണമായ ഒരു നിയമ ഭേദഗതിയിലൂടെ രാജ്യം കടന്നുപോയി അത് പാർലമെൻറ്റിൽ പാസ്സാക്കിയെടുത്ത ഒരു ദിവസമായിട്ട് സന്തോഷം തോന്നുന്ന ഒരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എന്നെ സംബന്ധിച്ച് മാത്രമല്ല, രാജ്യത്തെ ജനാധിപത്യ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും, മതേതരത്തിലല്ല മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അത് സന്തോഷം തോന്നുക. എന്തുകൊണ്ടെന്നാൽ 1954 നെഹ്റു സർക്കാർ കൊണ്ടുവന്ന നിയമം, അതിന് മൂർച്ച പോരാ, മറ്റൊരാളുടെ കഴുത്ത് വെട്ടാനും മാത്രമുള്ള പ്രാപ്തി അതിനില്ല എന്ന് മനസ്സിലായപ്പോൾ 1995 ക്രൂരമായ വിധത്തിൽ മൂർച്ച കൂട്ടുകയും നരസിംഹ സർക്കാർ അതിന് അതിഭയങ്കരമായ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ, ഇന്ത്യൻ കോടതികൾക്ക് മുകളിൽ പോലും അധികാരം നൽകുന്ന വിധത്തിലുള്ള ഭേദഗതി കൊണ്ടുവരികയും 2013 കുറച്ചും കൂടെ അതിൻ്റെ മൂർച്ച കൂട്ടി മുട്ടിയാൻ മുറിയുന്ന അവസ്ഥയിലേക്ക് അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് സർക്കാർ ഈ രാജ്യത്തെ സാധാരണക്കാര ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു മതനിയമമാണ് വഖഫ് നിയമം. ഈ നിയമത്തിന് കാലാനുസൃതമായും രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിക്കുന്ന വിധത്തിലും ജനാധിപത്യ സംവിധാനത്തിലൂടെ ഭേദഗതി വരുത്തേണ്ടത് ആവശ്യമായിരുന്നു. 2009 വരെ 4 ലക്ഷം ഏക്കർ സ്ഥലം സ്വന്തമായുണ്ടായിരുന്ന വഖഫ് 2009 ശേഷം 2022, 23, 24 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഏതാണ്ട് 8 ലക്ഷത്തിലധികം ഹെക്ടർ സ്ഥലം സ്വന്തം അക്കൗണ്ടിലാക്കിയിട്ടുണ്ട്. വഖഫിൻ്റെ ഭേദഗതി നിയമങ്ങൾ 95-ലും 2013-ലും കൊണ്ടുവന്ന ഭേദഗതി നിയമങ്ങൾ വെച്ച് നോക്കിയാൽ ആരുടെ വസ്തു വേണമെങ്കിലും, ഇന്ത്യൻ പാർലമെൻറ്റ് വേണമെങ്കിലും അവർക്ക് വഖഫായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വഖഫിൻ്റേതാണ്. അതെല്ലാം തെളിയിക്കാൻ പിന്നെ ഒരു മാർഗമുള്ളത് ട്രിബ്യൂണലിൽ സംഭവിക്കുക. അവർ തന്നെ ഇരിക്കുന്ന, പ്രഖ്യാപിച്ചവർ തന്നെ ഇരിക്കുന്ന സമിതിയെ സമീപിക്കുക. അവർ തള്ളിയാൽ തീർന്നു, കോടതിക്ക് പോലും അവകാശമില്ല. ഇതാണ് കൊണ്ടുവന്നതായ നിയമം. ഈ നിയമം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന് എതിരാണ് എന്ന് മനസ്സിലാക്കി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇച്ഛാശക്തിയിലും അവരുടെ ഭരണ നൈപുണ്യത്തിലും അത് ഭേദഗതി ചെയ്തുകൊണ്ട് പാർലമെൻറ്റ് നിയമം പാസ്സാക്കി. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയ എംപിമാരിൽ 19 പേരും, 20 പേരിൽ 19 പേരും ഈ നിയമത്തിൻ്റെ ഭേദഗതിയെ എതിർക്കുകയാണ് ചെയ്തത്. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണ് എതിർക്കുന്നതെങ്കിൽ അതിനെ അംഗീകരിക്കുന്നു. എന്നാൽ ഈ രാജ്യത്തിലെ, കേരളത്തിലാണെങ്കിലും എല്ലാവിധ വിഭാഗം ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച് എംപിമാരായി പോയവർ ഒരു മതത്തിൻ്റെ നിയമത്തിന് വേണ്ടി ഇത്രമാത്രം ഘോരാഘോരം ബാധിക്കുമ്പോൾ കഴിഞ്ഞ 50 വർഷക്കാലം, അല്ലെങ്കിൽ 1950-കൾക്ക് ശേഷം, 47-ൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ 50-കൾക്ക് ശേഷം ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയ ഈ പറഞ്ഞിരിക്കുന്ന എംപിമാരെല്ലാം ഒരു മനസ്സോടെ നിന്ന് വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിന് വേണ്ടി വാദിച്ച്, കേരളത്തിൻ്റെ വികസനത്തിനും ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി വാദിച്ച് ഇതുപോലെ ബഹളം വെച്ച് ആർജിച്ചെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് കേരളം സിംഗപ്പൂരിനേക്കാളും അല്ലെങ്കിൽ ദുബായേക്കാളും വലിയൊരു സൗകര്യമുള്ള വികസിത സംസ്ഥാനമായി മാറിയേനെ. അതൊന്നും അവർ ചെയ്യത്തില്ല. കോൺഗ്രസ് അധികാരത്തിന് വേണ്ടിയും വിഭജിച്ച് ഭരിക്കുന്ന ബ്രിട്ടീഷുകാരുടെ ആ രീതികളെ പിന്തുടർന്നുകൊണ്ട് ആർട്ടിക്കിൾ 370 കാശ്മീരിന് പ്രത്യേക പദവി അവകാശവും കൊടുത്തു. ഫലം എന്തായി? കാശ്മീരിലെ പണ്ഡിറ്റുകൾക്ക് ആ ദേശം വിട്ട് ഓടേണ്ടി വന്നു. മുസ്ലിങ്ങൾക്ക് മാത്രമായി ഉള്ള അവകാശമായിട്ട് അത് പിന്നെ മാറുന്നതാണ് കണ്ടത്. BJP സർക്കാർ അത് എടുത്തു കളഞ്ഞപ്പോൾ ഇവിടെ കോൺഗ്രസ്സുകാർ എന്തെല്ലാം പ്രകടനങ്ങൾ നടത്തി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ എന്തെല്ലാം പ്രചരണങ്ങൾ നടത്തി. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു മതത്തിൽപ്പെട്ട ഭാരതീയനും ഇന്ത്യ വിട്ടു പോകേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ ആ നിയമം കൊണ്ട്, ആ ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടായിട്ടില്ല. മറിച്ച് കാശ്മീരിൽ സമാധാന അന്തരീക്ഷത്തിലേക്ക് വരികയാണ് ചെയ്തത്. ഇനി മുത്തലാഖ് നിയമം കൊണ്ടുവന്നു, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു. ഇതിനെയൊക്കെ കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രതിപക്ഷങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിച്ച് മുത്തലാഖ് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴത്തേനും മുസ്ലിങ്ങളുടെ അവകാശത്തിൻ്റെ മേൽ കൈകടത്തുകയാണെന്നും പറഞ്ഞ് കുറേ ബഹളം ഉണ്ടാക്കി. എന്നാൽ
മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും മുത്തലാഖ് നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു സത്യം. ഇനി പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? എൻ്റെ തമ്പുരാനെ, ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ നാട് കടത്തുക. മുസ്ലിങ്ങൾ എഴുതി, അതിന് മുസ്ലിങ്ങൾ സോഷ്യൽ മീഡിയയോട് എഴുതി, ആദ്യം ഞങ്ങൾ, പിന്നെ നിങ്ങൾ, ക്രിസ്ത്യാനികളാണെങ്കിൽ പിന്നെ ഓടിക്കുന്നത്. എത്ര പേര് ഇവിടെ നിന്ന് ഓടിച്ചു? ഈ രാജ്യത്തേക്ക് അനധികൃതമായി കുടിയേറിയിട്ടുള്ള മുസ്ലിം സമൂഹമായിട്ട് വന്നിട്ടുള്ളവരെ, അതായത് സ്വന്തമായി രാജ്യം വാങ്ങിച്ച് ബംഗ്ലാദേശും പാകിസ്ഥാനുമായി പോയയിടത്തു നിന്ന് കുടിയേറി വീണ്ടും വന്ന് ഇവിടെ പ്രശ്നങ്ങളുണ്ടാക്കുക. അതുപോലെ തന്നെ റോഹിംഗ്യൻ മുസ്ലിംസിനെ ഇങ്ങോട്ട് കടത്തിക്കൊണ്ടുവരിക. ഇങ്ങനെയുള്ളവരെ ഇവിടെ നിന്ന് നാട് കടത്താൻ വേണ്ടി തന്നെയാണ് ആ നിയമം. അല്ലാതെ ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന് വ്യവസ്ഥാപിതമായ നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ഒരു മുസൽമാനെ ഇവിടെ നിന്ന് ഓടിച്ചു വിടുകയില്ല എന്ന് ഇവന്മാർക്കൊന്നും അറിയാൻ പാടില്ല അങ്ങനല്ല. പക്ഷെ ഇവരാരും ഇവിടുത്തെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഇത് അംഗീകരിച്ചു കൊടുക്കുകയില്ല. ഇതിനെ അനുകൂലിക്കാൻ കുറേ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട കുറേ ആളുകളുണ്ടാവും. അതുപോലെ തന്നെയാണ് മുത്തലാഖ് വിഷയത്തിൽ കാണിച്ചതായ നിലപാടുകൾ. ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ. CA എന്ന് പറയുന്ന പൗരത്വ ഭേദഗതി നിയമം ഇവിടെ കൊണ്ടുവന്നത് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടുത്തെ സാമ്പത്തികമായ സ്രോതസ്സുകളും അങ്ങനെ വലിഞ്ഞു കയറി അനധികൃതമായി വന്ന് ഇവിടെ രാജ്യദ്രോഹം ചെയ്യുന്നവരുടെ കൈകളിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു നിയമം കൂടി. അതിൻ്റെ ഗുണഭോക്താക്കളും ഈ രാജ്യത്തെ യഥാർത്ഥ പൗരന്മാർ തന്നെയാണ്. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളും ഈ രാജ്യത്തെ യഥാർത്ഥ പൗരന്മാർ തന്നെയാണ്. ഇത് തന്നെയാണ് ഈ പറയുന്ന വഖഫ് ഭേദഗതി നിയമത്തിലൂടെ കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ഈ രാജ്യത്തെ പൗരന്മാർക്ക് തുല്യമായ അവകാശം എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അത് വഖഫിൻ്റെ അധികാരത്തിലേക്ക് വരുമ്പോൾ ഫസൽ കപൂറിനെ പോലെ ഒരാൾ പറയുന്നത് കേട്ടു, വഖഫ് നിയമം കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ മുസ്ലിങ്ങളെ കൂടെ സഹായിക്കാൻ വേണ്ടിയല്ല ഈ നിയമം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായ അന്ധമായ കണ്ട കാഴ്ചയിൽ കണ്ടിട്ട് ഇതിനെ എല്ലാം എതിർക്കണം എന്ന ചിന്ത കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുമ്പോൾ വളരെ സങ്കടം തോന്നുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും നീതിക്കോ നിയമത്തിനോ വേണ്ടി നിലകൊള്ളുന്നില്ല. അവരവരുടെ കാലങ്ങളിൽ അവരധികാരത്തിലും ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കാര്യങ്ങൾ അവർക്കിടെ സ്വതന്ത്രമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് നിയമങ്ങൾ ഒത്തിരിയൊക്കെ വളച്ചൊടിക്കുകയോ ഭേദഗതി ചെയ്യപ്പെടുകയോ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇന്ത്യ മഹാരാജ്യത്ത് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഗോവധ നിരോധനം കൊണ്ടുവന്നത് BJP ഒന്നുമല്ല, ഈ പറയുന്ന കോൺഗ്രസ്സുകാരാണ്. എന്നുവെച്ചാൽ അതേ കോൺഗ്രസ്സുകാർ തന്നെ പുതുതായിട്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ഗോവധ നിരോധനം കൊണ്ടുവന്നാൽ അതിനെ എതിർക്കുക. ഇങ്ങനെ ഇരട്ടത്താപ്പിൻ്റെ ആകെത്തുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി. അതിന് യാതൊരു തർക്കവുമില്ല. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇടുക്കിയുടെ MP ആയിരിക്കുന്ന ഡീൻ കുര്യാക്കോസ് തോറ്റുപോയ സമയത്ത്, ഇപ്പോൾ MP അതിന് മുമ്പ് തോറ്റുപോയ സമയത്ത് ഇടുക്കി ബിഷപ്പിൻ്റെ അരമനയിലേക്ക് കയറി അക്രമപ്രവർത്തനം നടത്തിയവരല്ലേ. അപ്പോൾ അവർ ജയിച്ചില്ല എങ്കിൽ അവർക്ക് അസഹിഷ്ണുത ഉണ്ടാക്കാം. എന്നാൽ സത്യം പറഞ്ഞാൽ അതുപോലെ അസഹിഷ്ണുതയായിട്ട് സംഘപരിവാറിനെയും മറ്റ് അതിനോടനുബന്ധിച്ചുള്ള സംഘടനകളൊക്കെ ചിത്രീകരിക്കും. എന്തെങ്കിലും പറഞ്ഞ ഉടനെ മണിപ്പൂർ എടുത്തുകൊണ്ട് വരും. മണിപ്പൂർ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. മണിപ്പൂർ ഒരു വിധത്തിലും ക്രിസ്ത്യൻ ഹിന്ദു കമ്മ്യൂണൽ വയലൻ്റ് അല്ല, അത് ജാതീയമായ വേർതിരിവാണ്. അവിടെ ക്രിസ്ത്യാനിറ്റിയും ഹിന്ദുയിസവും തമ്മിലുള്ള പോരായിരുന്നുവെങ്കിൽ തൊട്ടടുത്ത ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലൊക്കെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടായേനെ. അപ്പോൾ അതല്ല എന്ന് തൊട്ടടുത്ത് കിടക്കുന്നവർക്കറിയാം. അവർക്കറിയാവുന്നതുകൊണ്ടാണ് അവരതിന് പ്രതികരിക്കാൻ പോകാത്തത്. പക്ഷേ ഇങ്ങ് കേരളത്തിൽ കിടക്കുന്ന ക്രിസ്ത്യാനികൾ ഒഴികെയുള്ള, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തുന്ന കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇവിടുത്തെ മുസ്ലിം ലീഗിനും ഒക്കെ അങ്ങ് ക്രിസ്ത്യൻ പ്രേമം കവിഞ്ഞൊഴുകുകയാണ്. മുനമ്പം സംഭവം, കാശ് കൊടുത്ത് വാങ്ങിച്ച സ്ഥലത്ത് അവിടെ താമസിക്കാൻ പറ്റില്ല. പണ്ടങ്ങോ ആരാണ്ട് വഖഫ് ചെയ്തു. ഈ വഖഫ് കൊണ്ട് തന്നെയാണ് ഈ സ്ഥലം വിറ്റത്. ആ സ്ഥലമാണ് പിന്നെ എന്ത് ചെയ്തത്, ഈ അടുത്ത് മനുഷ്യന് പ്രയോജനകരമായ വിധത്തിൽ അവിടെ ആളുകൾ പള്ളി പണിതു, അതുപോലെ തന്നെ വീട് വെച്ചു. അവർ പതിറ്റാണ്ടുകളായിട്ട് സ്വതന്ത്രവും സമാധാനമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പണ്ടങ്ങോ ആരോ വഖഫിന് വേണ്ടിയിട്ടെന്നും പറഞ്ഞ് അവിടെ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് അത് വഖഫായിട്ട് പ്രഖ്യാപിച്ചു. കോടതി പോലും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് നിയമം. പിന്നെ ഒരു കാര്യമുണ്ട്, മുസ്ലിം ലീഗുകാർ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം പറയാം. വഖഫ് ഭേദഗതി നിയമം രാജ്യസഭയും പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമായാൽ
സുപ്രീം കോടതിയിൽ അതിനെ ചോദ്യം ചെയ്യുമെന്ന്. എന്നാൽ ഈ വഖഫ് ഭേദഗതി നിയമത്തിൻ്റെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞവർ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ വഖഫ് നിയമം ഇപ്പം നിലയുള്ള രീതിയിൽ ആക്ട് ചെയ്താൽ അതിനെ കോടതി ചോദ്യം ചെയ്യാനും പറ്റുകയില്ല. അപ്പോൾ അതൊരു ഇരട്ടത്താപ്പല്ലേ. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുമ്പം അതിനെ കോടതിയിലും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് പ്രതികൂലമാകുമ്പോൾ ഞങ്ങൾ കോടതി ചോദ്യം ചെയ്യും. ഇതിനെയാണ് ഇരട്ടത്താപ്പെന്ന് പറയുന്നത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ കാര്യമാണ്, ഞങ്ങളതിനെ കോടതി ചോദ്യം ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ചിരി വരും. എന്തുകൊണ്ട്? വഖഫ് ഭേദഗതി നിയമം കോടതി ചോദ്യം ചെയ്യുമ്പോൾ ഇതേ കുഞ്ഞാലിക്കുട്ടി തന്നെ പറയണം, വഖഫ് നിയമപ്രകാരം ഒരു വസ്തു ഏറ്റെടുത്താൽ അതിനെ കോടതി പോലും ചോദ്യം ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിലായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു നിയമമാണ് നിലവിലുള്ള വഖഫ് നിയമം. അതിനെ കേന്ദ്ര ഗവൺമെൻറ് എടുത്തു കളയുന്നതിനകത്ത് ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. അത് കേന്ദ്രത്തിൻ്റെ ഇച്ഛാശക്തിയും ഭരണവുമാണ്. ഈ രാജ്യത്തെ ജനങ്ങളെ ഒരുമിച്ച് കണ്ടുകൊണ്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ള ഭേദഗതിയാണ്. അതിനെ നിങ്ങൾക്ക് കോടതി ചോദ്യം ചെയ്യാം. പക്ഷേ കോടതി അത് അംഗീകരിക്കപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരിക്കലും അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയില്ല. പിന്നെ ഇതുപോലെ തന്നെയാണ് ഇവിടെ ഏകീകൃത സിവിൽ കോഡ് വേണമെന്നുള്ള കാര്യവും. ഇവിടെ ഏകീകൃത സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു പൗരൻ ഒരു നിയമം, അതായിരിക്കണം ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് മുമ്പോട്ടുള്ള ഗമനത്തിന് നല്ലത്. അല്ലാതെ എൻ്റെ ആവശ്യം വരുമ്പോൾ എൻ്റെ മതത്തിൻ്റെ നിയമവും, നിൻ്റെ ആവശ്യം വരുമ്പോൾ രാജ്യത്തിൻ്റെ മൊത്തം നിയമവും, ഇങ്ങനെയൊന്നും സെപ്പറേറ്റ് സംവിധാനത്തിലുള്ള ഒരു ജനാധിപത്യ രാജ്യം പോകത്തില്ല. ജനാധിപത്യ രാജ്യത്തിനാണെങ്കിലും അല്ലാതെ ഏത് സംവിധാനത്തിനാണെങ്കിലും ഏകീകൃത ഭരണ സംവിധാനമില്ലാതെ അത് മുമ്പോട്ട് നീങ്ങത്തില്ല. അപ്പോൾ ആധുനിക ലോകത്ത് ഈ വഖഫ് നിയമം ഒരു മൃഗീയമായ നിയമമായിട്ട് മാറി. മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും ഇത്തരം വഖഫ് നിയമങ്ങളില്ല എന്നുള്ളത് വേറൊരു വിഷയം. നെഹ്റുവിൻ്റെ കോൺഗ്രസ് സർക്കാർ നൽകിയ സംഭാവനയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ ഏതെങ്കിലും കാലത്ത് ചിത്രിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഇത്തരം നിയമങ്ങൾ. അത് ഭേദഗതി ചെയ്തുകൊണ്ട് എല്ലാവർക്കും തുല്യമായ അവകാശവും അധികാരങ്ങളും കൊടുക്കുന്ന ഒരു നിയമം. ഈ വഖഫ് ഭേദഗതി നിയമത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കേണ്ടത്. അങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്. അല്ല കുറച്ച് പേരുടെ മാത്രം കോക്കസുകളുടെ കയ്യിൽ മാത്രം ഇരിക്കുന്ന അവസ്ഥയിലായിട്ട് അതിനെ ക്രമീകരിക്കേണ്ട കാര്യമില്ല. എന്തായിരുന്നാലും വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കിയതിൽ കേന്ദ്ര ഗവൺമെൻറ് അഭിനന്ദിക്കുന്നു. മുനമ്പം നിവാസികൾക്ക് ഇതൊരു ഗോൾഡൻ ചാൻസ് ആയിട്ട് അവരുടെ സ്വത്തുവകകൾ തിരികെ അവർക്ക് ലഭിക്കാനും അവർക്ക് കരം കെട്ടാനും ആ വസ്തുവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും ആവശ്യമെങ്കിൽ ക്രയവിക്രയം ചെയ്യാനും ഒക്കെയുള്ള അവകാശം ഈ നിയമഭേദഗതിയോടെ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.